രംഗത്തിറങ്ങിയ ചില പ്രമുഖർ ജനപിന്തുണയില്ലാത്ത ഈ തവണയും തോറ്റു തൊപ്പിയിട്ടത് കൗതുകമായി. മുൻ MLA തോറ്റു, മേയർ കുപ്പായമിട്ടിറങ്ങിയ ആളുകളും, അതായത് മേയറായിരിക്കും, ജയിച്ചാൽ ഇയാളായിരിക്കും ഞങ്ങളുടെ മേയർ എന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ള പല സ്ഥാനാർത്ഥികളും തോറ്റു. കോർപ്പറേഷനിലെ കുന്നുകുഴി വാർഡിൽ LDF സ്ഥാനാർത്ഥി IP ബിനുവിനെ വീഴ്ത്തിയത് കോൺഗ്രസിലെ മേരി പുഷ്പം. CPM പാളയം ഏരിയ കമ്മിറ്റി അംഗമായ ബിനു മുൻപ് കോർപ്പറേഷൻ ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാനായിരുന്നു. തലസ്ഥാനത്ത് ബിനുവല്ലേ തോറ്റതെന്ന് ആശ്വസിക്കാം. കോഴിക്കോട് കോർപ്പറേഷനിൽ തോറ്റത് നിലവിലെ ഡെപ്യൂട്ടി മേയർ, അതായത് മുസാഫിർ അഹമ്മദ് എന്ന ഇത്തവണത്തെ മേയർ സ്ഥാനാർത്ഥി. രണ്ടാമതായി മേയറാക്കാൻ പരിഗണിച്ച സുജൻ തോറ്റതോടെ കാര്യങ്ങൾ കടുത്തു. കോഴിക്കോട്ടെ കോൺഗ്രസ് മേയർ സ്ഥാനാർത്ഥി PM നിയാസും തോൽവിയുടെ രുചിയറിഞ്ഞു. കൊടുവള്ളിയിൽ കാരാട്ട് ഫൈസലിന് CPM പിന്തുണ. പൊതുജനം ഒന്നും മറന്നു കാണില്ല, കാരാട്ട് ഫൈസലിനെയും തോൽപ്പിച്ചു. പത്തനംതിട്ടയിൽ രേഷ്മയ്ക്കും അടിപതറി. ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന ഖ്യാതി തുണച്ചില്ല, നേരിട്ടത് കനത്ത തോൽവി. മലയാലപ്പുഴ ഡിവിഷനിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച രേഷ്മ 1077 വോട്ടുകൾക്കാണ് തോറ്റത്. തോൽവിയെന്നു പറഞ്ഞാൽ വൻപൻ തോൽവിയാണ് ലതിക സുഭാഷിനെ കാത്തിരുന്നത്. കോട്ടയം നഗരസഭയിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ലതിക 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. കിട്ടിയത് വെറും 113 വോട്ട്. കൊല്ലം കോർപ്പറേഷൻ വടക്കുംഭാഗം ഡിവിഷനിൽ മേയർ ഹണി ബെഞ്ചമിനും ഉളിയക്കോവിൽ ഈസ്റ്റ് ഡിവിഷനിൽ മുൻ മേയർ രാജേന്ദ്രബാബുവും തോറ്റു. തദ്ദേശ പോരാട്ടത്തിൽ മത്സരിച്ച 2 മുൻ MLAമാർ പരാജയപ്പെട്ടു എന്നത് മറ്റൊരു ചരിത്രം. ഇടുക്കി കട്ടപ്പന 20 ഏക്കർ വാർഡിൽ UDF സ്ഥാനാർത്ഥിയായിരുന്ന EM അഗസ്തിയും പാലക്കാട് പെരിങ്ങോട്ടുകുറിശ്ശിയിൽ മുൻ UDF MLAയും 25 വർഷം പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന AV ഗോപിനാഥുമാണ് തോറ്റത്. കളം മാറി LDF പിന്തുണയോടെ മത്സരിച്ച ഗോപിനാഥിനെ ജനം കൈവിട്ടു. കഴിഞ്ഞ തവണ വയനാട് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷനായിരുന്ന കോൺഗ്രസ് നേതാവ് ഷംഷാദ് മരക്കാർ തോറ്റു. പനമരം ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ് ഷംഷാദ് ജനവിധി തേടിയത്. വിവിധ മേഖലകളിൽ നിന്നുള്ളവർ രാഷ്ട്രീയത്തിലേക്ക് കടന്നുവരുന്നത് നാടിന്റെ വളർച്ചയ്ക്ക് ഗുണകരമാകും. അതിനായി കൊല്ലത്ത് താമര വിരിയിക്കാൻ കേണൽ S ഡിന്നി ഇറങ്ങി, പക്ഷേ തോറ്റുപോയി. പെർമിറ്റിന്റെ പേരിൽ മോട്ടോർ വാഹന വകുപ്പിനോടും സർക്കാരിനോടും ഏറ്റുമുട്ടിയ റോബിൻ ബസ് ഉടമ ബേബി ഗിരീഷും തോറ്റു. തൃപ്പൂണിത്തുറ നഗരസഭയിലേക്ക് NDA സ്ഥാനാർത്ഥിയായി ജനവിധി തേടിയ നടൻ തിലകന്റെ മകൻ ഷിബു തിലകനും അവിടെ തന്നെ 19ാം ഡിവിഷനിലേക്ക് മത്സരിച്ച അദ്ദേഹത്തിന്റെ ഭാര്യ ലേഖയും പരാജയപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി.